ഉണ്ടാകുന്ന സമയത്തും ഫസ്റ്റ് ഗിയറിൻ്റെതായ മിനിമം സ്പീഡിൽ നിന്ന് കുറഞ്ഞ സ്പീഡിൽ വളരെ സ്ലോ ഡ്രൈവിംഗ് ടിപ്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും കൃത്യമായ ഉപയോഗത്തെക്കുറിച്ചാണ്. ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സായ ആളുകൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, ക്ലച്ചാണോ ബ്രേക്കാണോ കാർ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചവിട്ടേണ്ടത്. അങ്ങനെ തുടങ്ങി ക്ലച്ചിന്റെ ഒരു ഉപയോഗത്തിൽ ഒരുപാട് സംശയങ്ങളുള്ള ആളുകളുണ്ട്. ഈ വീഡിയോയിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് കൃത്യമായി ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കേണ്ടത് എന്നാണ് വ്യക്തമായി പറയുന്നത്. മാനുവൽ ട്രാൻസ്മിഷനുള്ള കാറിൽ ക്ലച്ചിന്റെ ഉപയോഗം എന്ന് പറയുന്നത് സുഗമമായ ഗിയർ ഷിഫ്റ്റിങ്ങിന് വേണ്ടി തന്നെയാണ്. ക്ലച്ച് ഫുള്ളായി ചവിട്ടുന്ന സമയത്ത് സംഭവിക്കുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റവും എഞ്ചിനുമായുള്ള ബന്ധം താൽക്കാലികമായി വിടുവിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ക്ലച്ച് വീണ്ടും വിട്ടുകൊടുക്കുന്ന സമയത്ത് ട്രാൻസ്മിഷൻ സിസ്റ്റവും എഞ്ചിനുമായി വീണ്ടും കണക്റ്റ് ആവുകയും എഞ്ചിൻ്റെ പവർ വീലുകളിലേക്ക് വരികയും ചെയ്യുന്നു. ബ്രേക്ക് ഉപയോഗിക്കുന്നത് വാഹനത്തെ നിർത്താനും വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുക എന്നതിനൊക്കെ വേണ്ടിയാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, കാറിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് വാഹനത്തെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ക്ലച്ചാണോ ചവിട്ടേണ്ടത് ആദ്യം ബ്രേക്കാണോ ചവിട്ടേണ്ടത് എന്ന്. നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഒരു 50 കിലോമീറ്ററിനേക്കാൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യമായി ക്ലച്ചാണ് ചവിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? കാറിൻ്റെ വീലുകൾ കൂടുതൽ സ്വതന്ത്രമാവുകയും കുറച്ചുകൂടി സ്പീഡിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. സ്പീഡിൽ പോകുന്ന സമയത്ത് ക്ലച്ച് ആദ്യം ചവിട്ടി പിന്നെ ബ്രേക്ക് ചവിട്ടാൻ ശ്രമിക്കുന്നത് ശരിക്കും കുറച്ചൊരു അപകടം പിടിച്ച പരിപാടിയാണ്. അതിൻ്റെ കാരണം, നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കാറിനെ സ്റ്റോപ്പ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് സ്പീഡിൽ പോകുന്ന സമയത്ത് എപ്പോഴും കാറിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യം ബ്രേക്ക് ചവിട്ടുക. ബ്രേക്ക് ചവിട്ടുമ്പോൾ കാറിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും. സ്പീഡ് കുറഞ്ഞു വന്ന് ഒരു നിയന്ത്രണ വിധേയമായൊരു സ്പീഡായി കഴിയുമ്പോൾ, അതായത് ഒരു 40 കിലോമീറ്ററിനേക്കാൾ സ്പീഡ് താഴുന്ന സമയത്ത്, അപ്പോൾ ക്ലച്ച് ഫുള്ളായി പ്രസ് ചെയ്തുകൊണ്ട് ഗിയർ ന്യൂട്രലിലേക്ക് ആക്കുക. ഗിയർ ന്യൂട്രലിലേക്ക് ആക്കിയ ശേഷം നിങ്ങൾക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. അതിനുശേഷം വീണ്ടും പതുക്കെ പതുക്കെ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ നിർത്തേണ്ടത് അവിടെ വളരെ സേഫായി നിർത്താൻ സാധിക്കും. ഇനി നിങ്ങളൊരു മിനിമം സ്പീഡിലാണ് അല്ലെങ്കിൽ സ്ലോ ആയ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ, അതായത് ഒരു 40 കിലോമീറ്റർ സ്പീഡിൻ്റെ റേഞ്ചിലോ അതിനേക്കാൾ താഴെയോ ആയ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ആദ്യം ചവിട്ടേണ്ടത് ബ്രേക്ക് അല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ആദ്യം ക്ലച്ച് ചവിട്ടാം, അല്ലെങ്കിൽ ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് തന്നെ ചവിട്ടാം. അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. മിനിമം സ്പീഡിൽ അല്ലെങ്കിൽ സ്ലോ ആയ സ്പീഡിൽ പോകുന്ന സമയത്ത് ആദ്യം ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉറപ്പായും കാറ് പെട്ടെന്ന് ഓഫായി പോവും. ഓരോ ഗിയറുകൾക്കും അതിൻ്റേതായ ഒരു മിനിമമായ സ്പീഡെങ്കിലും ഉണ്ടായിരിക്കും. കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് ഗിയറിൻ്റെ മിനിമമായ സ്പീഡിൽ നിന്ന് കുറയുകയാണെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ആ മിനിമം സ്പീഡിനെ അനുയോജ്യമായ ഗിയറിലേക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്യാതെ അതേ സെയിം ഗിയറിൽ തന്നെ കാർ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കാറിൻ്റെ എൻജിൻ ഓഫായി പോകുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ കാറ് 4th ഗിയറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. 4th ഗിയറിൻ്റെതായൊരു മിനിമമായ സ്പീഡ് ലെവലെങ്കിലും ഉണ്ടായിരിക്കും. അതായത് ഒരു 35 കിലോമീറ്റർ തൊട്ട് 30 കിലോമീറ്ററിൻ്റെ ആ ഒരു റേഞ്ചിലാണ് 4th ഗിയറിൻ്റെതായൊരു മിനിമമായ ഒരു സ്പീഡ് ലെവലുള്ളത്. ആ സ്പീഡിനേക്കാൾ താഴുന്ന സമയത്ത് പിന്നെ 4th ഗിയറിൽ കാറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാറിൻ്റെ എൻജിൻ ഓഫായി പോവുകയാണ് സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ 4th ഗിയറിൽ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 35 കിലോമീറ്റർ സ്പീഡിനേക്കാൾ സ്പീഡ് കുറഞ്ഞിട്ടും നിങ്ങൾ ഗിയറിനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് 3rd അല്ലെങ്കിൽ 2nd ഗിയറിലേക്കോ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാതെ അതേ സെയിം 4th ഗിയറിൽ തന്നെ കാറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ കാറ് ഓഫായി പോകുന്നതാണ്, എൻജിൻ ഓഫായി പോകുന്നതാണ്. അപ്പോൾ ഏതൊരു ഗിയറിനായാലും ആ ഗിയറിൻ്റെതായൊരു മിനിമം സ്പീഡ് ലെവലുണ്ട്. ഫസ്റ്റ് ഗിയറിനും അതിൻ്റേതായൊരു മിനിമമായ സ്പീഡ് ലെവലുണ്ട്. എന്നാൽ ഫസ്റ്റ് ഗിയറിൻ്റെ മിനിമമായ സ്പീഡ് ലെവലിനേക്കാൾ കുറഞ്ഞ സ്പീഡിൽ പല സാഹചര്യങ്ങളിലും നമുക്ക് കാർ എടുക്കേണ്ടതായി വരുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, നിശ്ചലമായിരിക്കുന്ന ഒരു കാറിനെ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഗിയറിൻ്റെതായ മിനിമമായ സ്പീഡിൽ നിന്ന് കുറഞ്ഞ സ്പീഡിലാണ് നമുക്ക് കാറിനെ നിശ്ചലാവസ്ഥയിൽ നിന്ന് മുന്നോട്ടെടുക്കേണ്ടതായി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നത്. ക്ലച്ചിനെ ആ രീതിയിൽ ഹാഫ് ക്ലച്ചിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹാഫ് ക്ലച്ചിൽ നിന്ന്
പതുക്കെ സ്പീഡ് കൂടി വരുന്നതിനനുസരിച്ച് ക്ലച്ച് പതുക്കെ വിട്ടുകൊടുത്തിട്ടാണ് നമ്മൾ കാറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ പെട്ടെന്ന് ക്ലച്ച് എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൻ്റെതായ മിനിമം സ്പീഡ് കൈവരിക്കാതെ വരുമ്പോൾ കാറ് പെട്ടെന്ന് ഓഫായി പോവുകയാണ് സംഭവിക്കുന്നത്. ഇതുപോലെ സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ടാവുന്ന സമയത്ത്, ഹെവി ആയുള്ള സ്ലോ ആയി മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രാഫിക് ഉണ്ടാവുന്ന സമയത്തും ഫസ്റ്റ് ഗിയറിൻ്റെതായ മിനിമം സ്പീഡിൽ നിന്ന് കുറഞ്ഞ സ്പീഡിൽ വളരെ സ്ലോ ആയി കാറിനെ മുന്നോട്ട് എടുക്കേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഹാഫ് ക്ലച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വളരെ സ്ലോ ആയി കാറിനെ മുന്നോട്ടെടുക്കുന്നത് അവിടെ ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്കിങ്ങിലേക്ക് തന്നെ വരാം. സ്ലോ ആയി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മിനിമമായ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ആദ്യം ചവിട്ടുകയാണെങ്കിൽ സ്പീഡ് പെട്ടെന്ന് താഴുകയും നിങ്ങൾ ആ സമയത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗിയറിന്റെ മിനിമം സ്പീഡ് ലെവലിൽ നിന്ന് സ്പീഡ് താഴുന്ന സമയത്ത് കാറിന്റെ എൻജിൻ ഓഫായി പോവുകയാണ് സംഭവിക്കുക. ഇങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ സ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിക്കൊണ്ടാണ് കാറ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഡ്രൈവിംഗിലെ ബിഗിനേഴ്സായ ആളുകൾ വാഹനം എടുക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഓഫായി പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. പോയിക്കൊണ്ടിരിക്കുന്ന ഗിയറിന്റെ മിനിമം സ്പീഡ് ലെവലിൽ നിന്ന് സ്പീഡ് കുറയുമ്പോൾ അവർ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്തു കൊടുക്കില്ല. അത് മാത്രമല്ല ക്ലച്ച് ചവിട്ടി പിടിക്കുകയും ചെയ്യില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എൻജിൻ ഓഫായി പോകുന്നതാണ്. അതുപോലെ ബിഗിനേഴ്സായ ആളുകൾക്ക് ഏറ്റവും കൂടുതലായി ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, ഒരു കാർ അല്ലെങ്കിൽ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത ശേഷം ഫസ്റ്റ് ഗിയറിലിട്ട് മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കാറ് ഓഫായി പോകാറുണ്ട്, അല്ലെങ്കിൽ ആ വാഹനം ഓഫായി പോകാറുണ്ട്. ഏറ്റവും കൂടുതലായി തുടക്കക്കാരായ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, സ്റ്റാർട്ട് ചെയ്ത ശേഷം ഫസ്റ്റ് ഗിയറിലിട്ട് മുന്നോട്ടെടുക്കുന്ന സമയത്ത് എൻജിൻ ഓഫായി പോകുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നവും ഇത് തന്നെയാണ്. ഫസ്റ്റ് ഗിയറിന്റെ ഒരു മിനിമം സ്പീഡ് കൈവരിക്കുന്നതിന് മുന്നേ തന്നെ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കുന്നത് കൊണ്ടാണ് എൻജിൻ ഓഫായി പോകുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഗിയറിൻ്റെതായ മിനിമം സ്പീഡ് ലെവൽ കൈവരിക്കുന്നവരെ ഹാഫ് ക്ലച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ സ്പീഡ് ഏകദേശം എത്താറാവുമ്പോഴാണ് ക്ലച്ചിൽ നിന്ന് ഫുള്ളായി കാലെടുത്ത് മാറ്റേണ്ടത്. മിനിമം സ്പീഡ് കൈവരിക്കുന്നതിന് മുന്നേ തന്നെ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് മാറ്റുന്നതുകൊണ്ടാണ് എൻജിൻ ഓഫായി പോകുന്നത്. ഇത് ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും പറ്റുന്ന പ്രശ്നമാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിൽ, അതായത് എച്ച് ടെസ്റ്റിൽ ഒരുവിധം ആളുകൾ ഫെയിലായി പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് ക്ലച്ചിൻ്റെ ആ ഒരു ഉപയോഗ രീതി ശരിക്കും അറിയില്ല എന്നത് തന്നെയാണ്. ഹാഫ് ക്ലച്ചിലാണ് എച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹാഫ് ക്ലച്ച് ശരിയായി ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ ക്ലച്ചിന്റെ ഉപയോഗം ശരിക്കും അറിയാത്തതുകൊണ്ട് കാറ് ഓഫായി പോകുന്നു. കാർ ഓഫായി പോകുമ്പോൾ അത് ഫെയിലായി തന്നെയാണ് കണക്കാക്കുന്നത്. ഫസ്റ്റ് ഗിയറിന്റെ ഒരു മിനിമം സ്പീഡിനേക്കാൾ കുറഞ്ഞ സ്പീഡിൽ കാറിനെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിലെല്ലാം ഹാഫ് ക്ലച്ച് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിൽ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് വളരെ സ്ലോ ആയി, വളരെ പതുക്കെയൊക്കെ കാറിനെ മുന്നോട്ട് എടുക്കേണ്ടതായി വരുന്നത്. ഈ ഒരു കാര്യം, ക്ലച്ചിന്റെ ഈ ഒരു ഉപയോഗം മനസ്സിലാക്കി വെക്കുക. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം കാർ എടുക്കുന്ന സമയത്ത് ഓഫ് ആവാതെ എടുക്കാൻ തീർച്ചയായും സാധിക്കുന്നത് തന്നെയാണ്. ക്ലച്ചിന്റെ ഉപയോഗം മനസ്സിലാക്കി വെച്ച ശേഷം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിലും കാർ ഓഫ് ആവാതെ തന്നെ എടുക്കാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്ലച്ച് ആവശ്യമുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുക. അല്ലാത്ത സമയത്ത് ക്ലച്ചിന്റെ മുകളിൽ കാലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. പല ആളുകളും ഡ്രൈവ് ചെയ്യുന്ന സമയത്തും അനാവശ്യമായി ക്ലച്ചിന്റെ മുകളിൽ കാലെടുത്ത് വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാറുണ്ട്. ഇത് തികച്ചും തെറ്റാണ്. ക്ലച്ചിന്റെ മുകളിൽ അനാവശ്യമായ ചെറിയ ലോഡ് കൊടുക്കുന്നതുവരെ ക്ലച്ചിന്റെ ആ ചെറിയ രീതിയിലെങ്കിലും തേയ്മാനത്തിന് കാരണമായി തീരുന്നുണ്ട്. ബ്രേക്കും ആക്സിലറേറ്ററും പ്രവർത്തിക്കാൻ വേണ്ടി ശരിക്കും സുഗമമായൊരു ഫുട്ട് പൊസിഷൻ എന്ന് പറയുന്നത്, റെക്കമെൻഡഡ് ആയിട്ടുള്ള ഫുട്ട് പൊസിഷൻ എന്ന് പറയുന്നത് ബ്രേക്കിൻ്റെയും ആക്സിലറേറ്ററിൻ്റെയും മിഡിലായിട്ടാണ് നിങ്ങളുടെ വലതുകാൽ വെക്കേണ്ടത്. അങ്ങനെ വലതുകാൽ ഇതിൻ്റെ ബ്രേക്കിൻ്റെയും ആക്സിലറേറ്ററിൻ്റെയും മധ്യത്തിലായി വയ്ക്കുന്ന സമയത്ത് രണ്ട് പെഡലുകളും വളരെ സുഗമമായി തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതുപോലെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങളുടെ വലത് കാല് ഈ ഒരു പൊസിഷനിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ, വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നു.
ബ്രേക്കിനെയും ആക്സിലറേറ്ററിനെയും കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഫുഡ് പൊസിഷൻ തന്നെയാണ് ഈ പറഞ്ഞ ഈ രീതിയിൽ കാല് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈസിയായി തന്നെ ആക്സിലറേറ്ററും ബ്രേക്കും കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമന്റുകൾ എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് ആയ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.